ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചെട്ടികുളങ്ങര ഭഗവതിയുടെ പ്രസാദമായിട്ടുള്ള അവിടുത്തെ ഉത്സവത്തിൻ്റെ ടൈമിൽ അവിടെ വെക്കുന്ന ഒരു കൊഞ്ചും മാങ്ങയും കറിയാണ് പീര. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമ്മളിവിടെ ഒരു 2 മാങ്ങ അരിഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ ഒരു അരമുറി ചിരണ്ടി വെച്ചിട്ടുണ്ട്. 15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഐറ്റം കൊഞ്ച് തന്നെ നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള പ്രോസസ്സ് നോക്കാം. 15 ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ അതിന് ശേഷം മാങ്ങ ഇട്ടിട്ടുണ്ട്, പിന്നെ ചെമ്മീനെല്ലാം കൂടെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയായിരുന്നു, അതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് തിരുമണം. ഇനി കുറച്ച് പൊടികളും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാനുണ്ട്, അതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് തിരുമിയെടുക്കാം. ശകലം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടി ഏതാണോ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവിന് മഞ്ഞൾപ്പൊടി ഇട്ടോ? ഇല്ലില്ല. ഒരു ടേബിൾ സ്പൂണും കൂടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് കുറച്ച് ഉലുവയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉലുവയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിരുമാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിരുമിയെടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് തിരുമണം. കഴിവുള്ളട്ടെ എൻ്റെ അമ്മേ. വേപ്പിലിട്ടില്ല കേട്ടോ. ഇത് എല്ലാം കൂടെ ഒതുക്കി ഒരു 10 മിനിറ്റ് വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇത് കടുക് താളിച്ചെടുക്കാൻ. അതിലേക്ക് നമ്മളൊരു സാധനം ഇടാൻ വിട്ടുപോയിട്ടുണ്ട്. നമുക്ക് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് കരിയാപ്പില ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് 10 മിനിറ്റ് ഒന്ന് വെക്കാം. അതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്കിത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടാലോ. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ശകലം ഒരു ഇടിച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവയും കടുകും ഒന്ന് പൊട്ടട്ടെ. ഉലുവയും പൊട്ടിയിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ച് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് അത് മാങ്ങ വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കാണാം. നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ